പുത്തലം കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ മണ്ഡലം പ്രസിഡന്റ് KM അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ മുനിസിപ്പാലിറ്റിയുടെ പൊതു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് റീടാറിംഗ് നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഒരു വീതിയുള്ള റോഡാണ്, ഇത് MLA ഫണ്ടിൽ ഉപയോഗപ്പെടുത്തി BMBC നിലവാരത്തിൽ റോഡ് പണിയും എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം MLAയും മന്ത്രിയുമായ P. രാജീവിന് ഇത് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് എടുക്കുകയും ചെയ്തു എങ്കിൽ അത് ടെൻഡർ ചെയ്തിട്ട് 5 ടെൻഡർ ഇട്ടിട്ടും അത് വോട്ട് ചെയ്യാൻ ആള് വന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ഗവൺമെന്റിൽ നിന്ന് പണം കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ തവണ ഈ നിയോജക മണ്ഡലത്തെ പ്രതിദാനം ചെയ്ത ബഹുമാനപ്പെട്ട PK ഇബ്രാഹിം കുഞ്ഞ് MLA ആയിരിക്കുമ്പോൾ ഈ റോഡിന്റെ പണി അവസാനമായി ചെയ്തത്. അന്ന് ഇബ്രാഹിം കുഞ്ഞ് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റീടാറിംഗ് ചെയ്ത റോഡാണിത്. അന്ന് റോഡ് പണിയാൻ വന്നപ്പോൾ ഇന്ന് മന്ത്രിയുടെ ആളുകൾ, അന്നത്തെ അവരുടെ യുവജന പ്രസ്ഥാനക്കാർ ആ റോഡ് പണിയുന്നതിന് വേണ്ടിയിട്ട് ഈ റോഡിൽ മെറ്റീരിയൽ അടിച്ചപ്പോൾ അതുവരെ തടഞ്ഞ ആളുകളാണ്. ആളുകൾ അന്ന് ഇബ്രാഹിം കുഞ്ഞ് ചെയ്തപ്പോൾ ഇന്ന് P. രാജീവിനെ കൊണ്ട് ഈ റോഡ് പണിയുവാൻ തയ്യാറായി വന്നപ്പോൾ എന്താണ് അതിൻ്റെ അകത്ത് രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഈ റോഡിന് വേണ്ടിയിട്ട് BMBC ഫണ്ട് ഉപയോഗിച്ച് അന്ന് ഇബ്രാഹിം കുഞ്ഞ് മുടക്കിയതിലും കൂടുതൽ തുക അനുവദിച്ചുകൊണ്ട് ഇവിടെ പണിയാമെന്ന ഉദ്ദേശത്തിൽ വന്നെങ്കിൽ 5 ടെൻഡർ കഴിഞ്ഞിട്ടും ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ഈ റോഡ് ടെൻഡർ എടുക്കാൻ വേണ്ടിയിട്ട്. വലിയ നിലവാരമാണ്, വലിയ നിലവാരത്തിൽ നടത്തും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പലവട്ടം മന്ത്രിയെ കണ്ടു, ഇവിടുത്തെ വാർഡ് കൗൺസിലർ നിരന്തരമായി കൊണ്ട് ഇവിടുത്തെ PWD ഉദ്യോഗസ്ഥരെ കണ്ടു. അവരെല്ലാം പറയുന്നു ഈ വർക്ക് ആരും എടുക്കുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മന്ത്രിക്ക് പറഞ്ഞാൽ ആരെങ്കിലും എടുക്കില്ലേ? മന്ത്രി എടുക്കില്ല. മന്ത്രിയുടെ ആ തീരുമാനങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു ജനപ്രതിനിധി എന്തിനു വേണ്ടിയിട്ടാണ്? നിയമം നോക്കണം. നിയമം നോക്കിക്കൊണ്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ നടക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ തീർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പദ്ധതി നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കണം. അതാണ് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്. ബ്ലോക്ക് സെക്രട്ടറി സുനീർ, കൗൺസിലർ നസീർ റസാഖ്, ബൂത്ത് പ്രസിഡന്റ് നവാസ് KM, അബ്ദുൽ മജീദ്, നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി.